ക്യാമറയുടെ മുന്നിലും പിന്നിലും നവാഗതരെ അണിനിരത്തി തികച്ചും പുതുമയാർന്ന കഥയാണ് സെക്കൻഡ് ഷോ എന്ന ചിത്രം പങ്കുവയ്ക്കുന്നത്. മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ നായകനാകുന്ന ചിത്രം നവാഗതനായ ശ്രീനാഥ് രാജേന്ദ്രനാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടിയുടെ മകൻ കേന്ദ്ര കഥാപാത്രമാകുന്നു എന്ന പരസ്യമില്ലാതെയാണ് സെക്കൻഡ് ഷോ വരുന്നത്. ഗൗതമി നായരാണ് നായിക. സണ്ണി വെയിൻ, ബിബിൻ, സുധീഷ്, ബൈജു എന്നിവരാണ് മറ്റു താരങ്ങൾ. ബാബുരാജ് ഇരട്ടവേഷത്തിൽ അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. കുഞ്ചൻ, രോഹിണി എന്നിവരും ചിത്രത്തിൽ ശ്രദ്ധേയ വേഷത്തിലെത്തുന്നു. വലിയ അവകാശവാദങ്ങളില്ലാതെയാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക എന്ന് സംവിധായകൻ ശ്രീനാഥ് രാജേന്ദ്രൻ പറഞ്ഞു. നമ്മുടെ ലൈഫിൽ എല്ലാവരുടെയും ലൈഫിൽ ഒരു സെക്കൻഡ് ചാൻസ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അത് എന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ലൈഫിൻ്റെ കാര്യത്തിലാവാം, പ്രണയത്തിൻ്റെ കാര്യത്തിലാവാം, റിവെഞ്ചിൻ്റെ കാര്യത്തിലാവാം, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസിലൊരു സെക്കൻഡ് ചാൻസ് കിട്ടുന്ന കുറച്ച് പയ്യന്മാരുടെ കഥ. വിനി വിശ്വലാലാണ് തിരക്കഥ. നിഖിലും അവിയൽ ബാൻഡും ചേർന്നാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. ക്യാമറ സുധീഷ് പപ്പു. സിനിമയ്ക്ക് മുൻപുള്ള പബ്ലിസിറ്റി പരമാവധി ഒഴിവാക്കി രഹസ്യ സ്വഭാവത്തിലായിരുന്നു സെക്കൻഡ് ഷോയുടെ ഭൂരിഭാഗവും കോഴിക്കോട്ടും പരിസര പ്രദേശങ്ങളിലും ചിത്രീകരിച്ചത്. ബേസിക്കലി ഞങ്ങൾ പല ഷോട്ട്സും വളരെ കാൻഡിഡ് ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പം അതായത് പുതിയ പിള്ളേരായതുകൊണ്ട് ആരും റെക്കഗ്നൈസ് ചെയ്യില്ല. പക്ഷെ അപ്പോൾ നമ്മൾ സിനിമ എന്നുള്ള ബേസിൽ നമ്മൾ ഷൂട്ട് ചെയ്ത ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്തു തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതേമാതിരി വളരെ കാൻഡിഡ് ആയിട്ടുള്ള ഷൂട്ടിങ്ങിന് അതിനൊരു ഹിൻഡ്രൻസ് ആവുമായിരുന്നു. അപ്പം പബ്ലിസിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പയ്യന്മാർ റോഡിലിറങ്ങി നടക്കുന്ന മാതിരി ഓഡിയൻസിന് ഫീൽ ചെയ്തു, അതായത് റോഡിലും കാര്യങ്ങളിലുള്ള ഓഡിയൻസിന് ഫീൽ ചെയ്തു. അപ്പം ആ കാരണം കൊണ്ടാണ് ഞങ്ങൾ പബ്ലിസിറ്റി കൊടുക്കാതെ വളരെ ലളിതമായിട്ട് ഈ ഫിലിമിൻ്റെ മാക്സിമം ഷൂട്ട് ഞങ്ങൾ തീർത്തത്. ഫോർട്ട് കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലുമായി പുരോഗമിക്കുന്ന ചിത്രീകരണം ഈ മാസം 20-ന് പൂർത്തിയാകും. AOPL എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന ചിത്രം ജനുവരിയിൽ തിയേറ്ററുകളിലെത്തും. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഇന്ത്യ വിഷൻ.